ഇത്തരം ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത് പേരാമ്പ്രയിലെ BRCയിൽ നിന്ന് 3 അധ്യാപകർ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചാണ്. 3 അധ്യാപകർക്ക് ലഹരിക്കടത്ത് സംഘവുമായി വലിയ ബന്ധമുണ്ട് എന്നാണ് നാം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര ബന്ധം ഈ ലഹരിക്കടത്തുമായിട്ടുണ്ട്. ഈ BRCയിലെ ടീച്ചർമാർക്ക് അതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണം കേരളത്തിന്റെ മണ്ണിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ. ആ സാഹചര്യം അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ പേരാമ്പ്ര മേഖലയിൽ നിന്ന് നിരവധി ആളുകളാണ് ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട സാഹചര്യവും നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പേരാമ്പ്രയിൽ നിന്ന് ധാരാളം ആളുകൾ ലഹരിക്കടത്ത് സംഘങ്ങളായി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ ഇവിടെ ലഹരി കടത്തു സംഘങ്ങളായി മാറുന്നു. ഈ BRCയിലെ 3 ടീച്ചർമാർ ഇന്ന് അറസ്റ്റിലായി ജയിലറയ്ക്കുള്ളിലാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു സുപ്രഭാതത്തിൽ ഒരു ടീച്ചറെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചെടുത്തതല്ല, മറിച്ച് ഈ സംഘങ്ങളുടെ നേതൃത്വത്തിൽ BRC കേന്ദ്രീകരിച്ച് വിപുലമായ ലഹരിക്കടത്തു സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഈ സംഭവത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള ടീച്ചർമാരുടെ അക്കൗണ്ടുകളിലേക്ക് കോടികൾ എത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. ഇവർ കുറെ കാലങ്ങളായി ഈ കടത്തിനെ നിയന്ത്രിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതൊന്നും ഇവിടെയുള്ള ആളുകൾ അറിഞ്ഞില്ലേ? എങ്ങനെയാണ് പലപ്പോഴും ലഹരി സംഘങ്ങളെ പിടിമുറുക്കുന്നത്? എങ്ങനെയാണ് ലഹരി സംഘങ്ങൾ പോലീസിന്റെ വലയിലാകുന്നത്? നിരന്തരമായ അന്വേഷണത്തിലൂടെയാണല്ലോ, പല ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. എന്നാൽ ഈ സ്ഥാപനത്തിലെ 3 ടീച്ചർമാർ പോലീസ് പിടിയിലാകുന്നത് വരെ ഇവിടെ ഈ സ്ഥാപനം നിയന്ത്രിച്ചവരാരും ഈ സംഭവം അറിഞ്ഞില്ലെന്നാണോ മറുപടി? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ ആളുകൾ വലിയ തോതിൽ ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. പല ഉന്നതന്മാരായ ആളുകളുമായി അവർ ബന്ധം വെക്കുന്നു. അവരുടെ ഇടപെടലിലും പെരുമാറ്റത്തിലും വ്യത്യാസം കാണുന്നു. ഈ വ്യത്യാസമൊന്നും ഇതിനെ നിയന്ത്രിക്കുന്നവർക്ക് മനസ്സിലായില്ലെന്നാണോ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇതൊരു നിസ്സാര സംഭവമല്ല. സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിലെ മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരണം. ആരാണ് ഇതിന്റെ ഉള്ളിലെ ബോസ്? ആരാണ് ഇവരെ നിയന്ത്രിച്ച ബോസ്? ഈ അന്വേഷണം അത്തരം ആളുകളിലേക്ക് കൂടി എത്തിയാൽ മാത്രമേ ഇതിന്റെ അടിവേരിറക്കാൻ സാധിക്കുകയുള്ളൂ. ടീച്ചർമാരാണ് സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. കുട്ടികളെയാണ് പലപ്പോഴും നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. യുവാക്കളിൽ, വിദ്യാർത്ഥികളിൽ ലഹരി എത്തുന്നതിനെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ കണ്ണികളായി ടീച്ചർമാർ മാറുന്നു എന്ന് പറയുമ്പോൾ ഈ ടീച്ചർമാർ ഏതെല്ലാം കുട്ടികളുമായി അവർ ഈ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അന്വേഷണം സത്യസന്ധമായി നടക്കണ്ടേ? ഇവിടെ താൽക്കാലിക നിയമനമാണ് നടത്തുന്നത്. ആരാണ് ഇവരെ നിയമിച്ചത്? എത്ര കാലമായി ഇവരിവിടെ പ്രവർത്തിക്കുന്നു? രാഷ്ട്രീയ നിയമനമാണ് പലപ്പോഴും നടക്കുന്നത്. ആ രാഷ്ട്രീയ നിയമനം നടത്തിയവർ കൂടി മറുപടി പറയാനുള്ള ബാധ്യത ഈ സംഭവത്തിൽ ഉണ്ട് എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.
അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു വളരെ ഗൗരവമായ വിഷയമാണ്. ഈ ലഹരിക്കടത്ത് സംഘത്തിലുണ്ട്. ഈ കടത്ത് സംഘത്തിലെ ഒരാൾ വിദേശ രാജ്യങ്ങളിലടക്കം യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധമുള്ള ഇത്തരം സംഭവത്തെ കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ട് BRCയിലെ 3 ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിന് കൂട്ടുനിന്നുകൊണ്ട് കടത്തിന് നേതൃത്വം കൊടുത്തെങ്കിൽ, ഇതിന്റെ മുഴുവൻ വസ്തുതകളും പുറത്തു വരണമെങ്കിൽ, ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധമടക്കം പുറത്തു വരണമെങ്കിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശക്തമായ നടപടി ഉണ്ടാവണം. ഈ ലഹരി, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ത്യയിലെ മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ലഹരിക്കടത്തിനെ കുറിച്ച് വലിയ ചർച്ചയില്ല. എന്നാൽ കേരളം ഇന്ന് വലിയ തോതിൽ കോടികളുടെ ലഹരി ഒഴുകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇപ്പോ ഓപ്പറേഷൻ തൂഫാനൊക്കെ വന്നതുകൊണ്ട് കുറെയൊക്കെ പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്, നമ്മളത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ആ ഓപ്പറേഷൻ തൂഫാനും ശരിയായ രീതിയിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ശരിയായ രീതിയിൽ അതിനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ? ശരിയായ രീതിയിൽ നടക്കുകയും ഇത്തരം ശക്തികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടിക്കൊണ്ട് ശക്തമായ നടപടിയെടുക്കുന്നുണ്ട് എന്ന് സൂചന നൽകുമ്പോഴാണ്, മുന്നറിയിപ്പ് നൽകുമ്പോഴാണ് ഇതിന്റെ അടിവേറിറക്കാൻ സാധിക്കുക. അതുകൊണ്ട് പേരാമ്പ്ര BRC കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഈ ഒരു ലഹരിക്കടത്തു സംഭവത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ മുഴുവൻ കണ്ണികളെയും പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇന്ന് ഈ ഒരു സൂചനാ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊരു സൂചന മാത്രമാണ്. ഇതിന്റെ പിന്നിലെ ശക്തികളെ കണ്ടെത്തുന്നതുവരെ, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നതുവരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത്തരം സംഘങ്ങൾക്ക് കടത്തു നടത്തുമ്പോ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥരടക്കം ടീച്ചർമാരടക്കം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതിലേക്ക് ഇറങ്ങി വരുന്നത്? നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് അവർക്ക് ഇറങ്ങിപ്പോരാനുള്ള സാഹചര്യമുണ്ട്. നിയമത്തിന്റെ പഴുതുകളിലൂടെ അവർക്ക് പുറത്തിറങ്ങാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഇത്തരം ലഹരിക്കടത്തിലേക്ക് പരസ്യമായി ആളുകൾ വരുന്നത് എന്നല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ കുട്ടികൾ ഭാവി തലമുറയുടെ തകർച്ചയിലേക്കല്ലേ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഇത് ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ BRCയിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവിടെ നടക്കുന്ന എല്ലാ സാഹചര്യത്തെ കുറിച്ചും ശക്തമായ അന്വേഷണം വേണം. ഈ ടീച്ചർമാർ കുറെ കാലങ്ങളായി ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ടായിട്ടും എന്തുകൊണ്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ഇവിടത്തെ ആളുകൾ തയ്യാറായില്ല എന്നതും ഗൗരവമായി നാം കാണേണ്ടതാണ്. BRCയിൽ നിന്ന് സംശയം തോന്നിയിട്ട് റിപ്പോർട്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തൊന്നുമല്ല. പുറത്തുനിന്ന് ചില ആളുകളെ, ലഹരി സംഘങ്ങളെ പിടിക്കപ്പെട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ പല വസ്തുതകളും പുറത്തു വന്നത്. അങ്ങനെയാണ് ഇവർ അറസ്റ്റിലായിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായ അന്വേഷണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണാ സമരം നേതൃത്വം കൊടുത്തത് പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഭാരത്.